വലിയ കുഴപ്പമില്ലാത്ത കുടുംബമായിരുന്നു. പക്ഷേ രക്ഷിക്കപ്പെട്ട് സഭയിൽ ചെന്ന് തകർന്നുപോയി. അവരെ ആരാണ്ട് ഇടിച്ചു കളഞ്ഞു. അതാ അവസ്ഥ. കാരണം ഈ വചനം വെച്ച് അവർ പണിയപ്പെട്ടില്ല. പലപ്പോഴും പരിശുദ്ധാത്മാവിനാൽ അവരെ പണിത് ദൈവം അവരെ എന്തിനായിട്ട് വിളിച്ചോ ആ വിളിയിലേക്ക് അവരെ സജ്ജമാക്കിയെടുത്തില്ല. എഫെസ്യ ലേഖനത്തിൽ വ്യക്തമായി പൗലോസ് പറയുന്നു, സഭയിൽ ദൈവം ദാനമായി 5 തരം ശുശ്രൂഷകരെ വെച്ചിട്ടുണ്ട്. അവരെന്തിനാ? അവരെ സഭയിലുള്ള ഓരോരുത്തരെയും അവരെ എന്താക്കിയെടുക്കാനാ? കർത്താവ് അവരെ ആക്കിയിരിക്കുന്ന വേലയ്ക്കായി അവരെ സജ്ജമാക്കുവാനാണ് ദൈവം ഇവരെ തന്നിരിക്കുന്നത്. അപ്പോസ്തലന്മാരെ തന്നിരിക്കുന്നു, പ്രവാചകന്മാരെ തന്നിരിക്കുന്നു, സുവിശേഷന്മാരെ, ഇടയന്മാരെ, ഉപദേഷ്ടാക്കന്മാരെ, ഇവർ 5 പേരെയും 5-fold മിനിസ്റ്റേഴ്സ് എന്നൊക്കെ നമ്മൾ പറയും. ഈ 5 തരം മിനിസ്റ്റേഴ്സിനെ ദൈവം അവരെ ദാനമായി സഭയ്ക്ക് നൽകിയിരിക്കുന്നു. അവർക്കൊരു ദൗത്യം കൊടുത്തിട്ടുണ്ട്. ആ സഭയിലുള്ള എല്ലാവരെയും അവരെ വിളിച്ച വേലയ്ക്കായി അവരെ എക്വിപ്പിംഗ് ദ സെയിൻസ് എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലേ? സഭയിലുള്ളവരെ സെയിൻസ്, അവർ വിശുദ്ധന്മാർ. നിങ്ങൾ ഓരോരുത്തരും വിശുദ്ധരാ. യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടതിൽ നിങ്ങൾ വിശുദ്ധരാ. നിങ്ങളെ വിളിച്ച വേലയ്ക്ക് ഒത്തവണ്ണം നിങ്ങളെ എക്വിപ്പ് ചെയ്യുക, സജ്ജമാക്കിയെടുക്കുക, പണിതെടുക്കുക, പരിശീലിപ്പിച്ചെടുക്കുക, അല്ലേ? തയ്യാറാക്കിയെടുക്കുക. അതിനു വേണ്ടിയാണ് നിങ്ങളെ ഒരു സഭയിലേക്ക് കൊണ്ടുവരുന്നത്. അല്ലാതെ നല്ല പാട്ടും കേട്ട് ഒരു പ്രസംഗവും കേട്ട് തലയാട്ടി ചോറും കഴിച്ച് പോകാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. ദൈവം നിങ്ങളെ ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ സജ്ജമാക്കിയെടുക്കണം.